ഈ ജേർണലിങ്ങും മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ട് മുതൽ ഡെയറി എഴുതുന്ന ആളാണ്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ വേർഡൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ചേച്ചിയുടെ വായിൽ നിന്നാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഡയറി എഴുതുമായിരുന്നു. ഈ സംഭവം എന്നെ ഒരുപാട് ഓർഗനൈസ്ഡ് ആക്കുമായിരുന്നു. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേ, ഇന്ന് എന്തൊക്കെ പെൻഡിങ് ഉള്ളത്, നാളേക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കണം. അങ്ങനെ നമ്മുടെ തന്നെ ബ്രെയിനിനെ കുറച്ചൊരു ഓർഗനൈസ്ഡ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യൂട്ടാ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എപ്പോഴും രണ്ടു വഞ്ചിയിൽ കാലിട്ട് നടക്കുന്ന ആളാണ്. ഒരു സൈഡിൽ അക്കാഡമിക്സ് ഉണ്ട്, മറ്റേ സൈഡിൽ ആർട്ടും ഉണ്ട്. ഇതിനെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ എഴുത്ത് പരിപാടിയാണ്. അതിന് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനോ ജേർണലിങ്ങെന്നോ ഡയറി എഴുത്തെന്നോ വിളിക്കാം. ഞാൻ ഇതിനെ ഒരു ട്രഡീഷണലായി ഡയറി എഴുതുന്ന പരിപാടി എന്നാണ് ഇതിന് പറയാറ്. ഒരു കാലത്ത് എൻ്റെ അപ്പൻ നിർബന്ധിച്ചിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പം അന്നൊക്കെ അപ്പൻ ചെക്ക് ചെയ്യുമായിരുന്നു, ഇന്ന് നീ ഡയറി എഴുതിയോ എന്നൊക്കെ. ഇന്ന് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ഭയങ്കര താങ്ക്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ ഒരു ശീലം എനിക്ക് അന്ന് കിട്ടിയാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. ഇറ്റ് ആക്ച്വലി വർക്ക്സ്.